ക്രിസ്തുവിൽ എനിക്കേറെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങൾ. ഇന്ന് ജനുവരി മാസം 17-ാം തീയതി നമ്മുടെ ദൈവമായ കർത്താവ് ഒരു പുതിയ ദിവസം കൂടെ നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിക്കുക എന്ന് പറയുന്നത് എത്രയോ ഭാഗ്യകരമാണ്, എത്രയോ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. ദൈവ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭക്തന്റെ ജീവിതവും ഏറെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതം എപ്പോഴും പ്രകാശമയമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിന് നമുക്ക് സമയം ചെലവഴിക്കാം. ഇന്നൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 34-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഭക്തനായിരിക്കുന്ന ദാവീദ് ശൗലിൻ്റെ മുൻപിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയെത്തുന്നത് ഫിലിസ്ത്യ രാജാവായിരിക്കുന്ന ആഖീഷിന്റെ മുൻപിലോട്ടാണ്. തങ്ങളെ അഭയം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യൻ തങ്ങളുടെ ശത്രുവാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ദാവീദ് മരണകരമായ ഒരു സാഹചര്യത്തിലാണ് വന്നെത്തി നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം ദാവീദിനെ സഹായിക്കുന്നു. അങ്ങനെ വിടുതൽ പ്രാപിച്ച ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തി പാടിയ മനോഹരമായൊരു പാട്ടാണ് ഈ 34-ാം സങ്കീർത്തനം. 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും വാഴ്ത്തുവാൻ, എല്ലാ കാലത്തും സ്തുതിക്കുവാൻ യോഗ്യനായിരിക്കുന്ന ഒരു ദൈവം. ഈ ലോകത്തിലെ പല ബന്ധങ്ങളും പലപ്പോഴും പലതിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. പലരുടെയും സ്നേഹം പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പലരുടെയും സ്നേഹം പദവികളുടെ അടിസ്ഥാനത്തിലും, മറ്റ് ചിലത് ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ, എന്ന് പറഞ്ഞാൽ പണം നഷ്ടപ്പെടുമ്പോൾ, പദവികൾ നഷ്ടപ്പെടുമ്പോൾ, ആരോഗ്യം കുറഞ്ഞു പോകുമ്പോൾ, സൗന്ദര്യം ഇല്ലാതായി തീരുമ്പോൾ ഈ ബന്ധങ്ങളും അതോടൊപ്പം അപ്രത്യക്ഷമാകുന്നത് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യമാണ്. എന്നാൽ ദാവീദ് പറയുന്നത് എല്ലാ കാലത്തും സ്തുതിക്കുവാൻ യോഗ്യൻ, എല്ലാ കാലത്തും വാഴ്ത്തുവാൻ യോഗ്യൻ ഈ ദൈവം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ദൈവം സുഖകാലത്ത് മാത്രമല്ല, സന്തോഷകാലങ്ങളിൽ മാത്രമല്ല, സമൃദ്ധിയുടെ കാലത്ത് മാത്രമല്ല, ആരോഗ്യത്തിൻ്റെ സമയത്തും സൗന്ദര്യത്തിൻ്റെ കാലങ്ങളിലും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖ അനുഭവങ്ങളിലും, നമ്മുടെ ദാരിദ്ര്യത്തിലും, നമ്മുടെ അനാരോഗ്യത്തിലും, സൗന്ദര്യമില്ലായ്മയിലും, നമ്മുടെ ജീവിതത്തിലെ മരണകരമായ ഏത് സാഹചര്യത്തിലും, ആപത്തുകൾ നിറഞ്ഞ അനുഭവങ്ങളിലും ഈ ദൈവം വിട്ടുപിരിയാതെ കൂടെയുണ്ട്. അവിടെ ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നവൻ നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമേ. ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ, ഈ ദൈവസ്നേഹത്തെ നിങ്ങൾ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവരാകുന്നുവെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ സന്നിധിയിൽ തുറന്ന് കൊടുക്കുക. ആ ദൈവസ്നേഹത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. വിട്ടുപിരിയാത്ത സാന്നിധ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്നും എല്ലായിടങ്ങളിലും എല്ലാ കാലങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടാകും. നിങ്ങളൊരു നാളും അനാഥമാക്കപ്പെടുകയില്ല. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഈ വചന ചിന്തകളാൽ
ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യം ഈ നിന്റെ മക്കളോട് കൂടെയിരിക്കണം. ഇന്ന് വിവിധ നിലകളിൽ തങ്ങളുടെ ജീവിത ആവശ്യങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ വിവിധ സാഹചര്യങ്ങളിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യാത്രകളിൽ കർത്താവെ, അതുപോലെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള ജോലി മേഖലകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോടുകൂടെ അവിടുന്ന് ഈ പകൽക്കാലം വ്യാപരിക്കണം. പഠനത്തിലായിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവികമായ ജ്ഞാനം പകർന്ന് ഇന്ന് പകൽക്കാലം അവരെ അനുഗ്രഹിക്കണം. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നസറേയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റ് വിവിധങ്ങളായ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് വേദനപ്പെട്ട് കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ കരത്താൽ അവരെയൊക്കെ അവിടെ നിന്ന് പകലിൽ സ്പർശിക്കണം. അവരെ സൗഖ്യമാക്കണം, അവരെ വിടുവിക്കണം, അവരെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.